ആകുമ്പോഴത്തേക്ക് സന്ധ്യ ആയപ്പം തൊട്ട് ആനയുടെ ശല്യം ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ശേഷം ഒരു മണിയായപ്പോഴത്തേന് ഇവിടെ അപ്പുറത്തെ പറമ്പിൽ വന്നു. അപ്പോൾ അതിനെ ഓടിക്കാനൊക്കെ ഉണ്ട്. എന്നെ കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇവിടുന്ന് പോയത്. വഴി വരെ പോയിട്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു ട്രിപ്പ് തിരിച്ചു പോരുന്നു. പിന്നെ രണ്ടാമത് പിന്നെ ഇവിടെ വന്ന് വെള്ളം കുടിച്ച് വെച്ച് വീണ്ടും പോയതാണ്. വീണ്ടും പോയി. അപ്പം ഞാൻ ആ വഴി നിന്നു. പുള്ളി അങ്ങോട്ട് കയറി ചെന്ന് ഒന്ന് വാ വെച്ച് ലൈറ്റ് വിട്ടതേ ഉള്ളൂ. അപ്പോഴത്തേനെ ആദ്യം ഒന്ന് ചിഹ്നം വിളിച്ചു. പിന്നെ നേരെ ഇങ്ങ് വരുമായിരുന്നു. അപ്പോൾ ആ ഓടി വരുന്ന വരവ് കണ്ടുകൊണ്ട് മാറിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറമോട്ട് ഇങ്ങോട്ട് ഓടിപ്പോരുന്നു. ആ സമയത്ത് പിന്നെ അവിടെ എന്തോ സംഭവിച്ചു നടത്തില്ല. പിന്നെ ഞാൻ പുള്ളി സൗണ്ട് കേട്ട് ഞാൻ ഓർത്ത് ഓടി മാറതായിരിക്കും എന്ന് വിളിച്ചിട്ട് സൗണ്ട് കേട്ടില്ല. ലൈറ്റ് എടുത്തോണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അയൽവക്കക്കാരെ വിളിച്ചു. അവരോട് വന്ന് ഞങ്ങളെ നോക്കിയപ്പോഴത്തേന് റോഡിൽ മരിച്ച നിലയിലാണ് കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഇത് ഓടി വരുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഓടി മുറ്റത്തോട്ട് പോരുന്നതാണ്. അതുവരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. തന്നെ പോകേണ്ടത് പറഞ്ഞ് ഞാനിവിടെ കൂട്ടത്തിൽ പോയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇനി ഇത് പുറമോട്ട് ഓടി വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ മാറിയത്. മിക്കവാറും കൊണ്ട് ചക്കയായ പിന്നെ സ്ഥിരം ആന ശല്യമാണ്. അത് മിനിഞ്ഞാന്നും വന്ന് പഴയെല്ലാം കൊണ്ട് കിണറിൻ്റെ ഭിത്തിയെല്ലാം ഇടിച്ച് എല്ലാം ഇട്ടച്ച് പോയതാണ്. മിനിഞ്ഞാന്നും ഓടിച്ചു വിട്ടതാ. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 3 മാസമായി അറ്റായിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് കയറ്റം കയറാനൊക്കെ വെയിറ്റ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതിനാൽ ഇവിടുന്ന് മാറി ഞങ്ങൾ വാടകയ്ക്ക് എവിടെയും താഴോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഇത് കുരങ്ങിൻ്റെ ഇതെല്ലാം ശല്യം കാരണം ഇത് പോയാൽ ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞ് പിന്നെ പോകാതിരുന്നു. 19 സ്ഥലമുണ്ട്. ഇവിടെ ഒത്തിരി ഭൂമി എല്ലാവർക്കും ഉള്ളവരാ. പക്ഷേങ്കിൽ ശല്യം കാരണം ഇവിടെ ആരും ഇപ്പം താമസമില്ലാതായി. എന്തോ അത് അന്നേരം ഇതന്നെ അതിന് എനിക്കൊന്ന് കയ്യെ പിടിച്ചിട്ട് നേരത്തെ അടിക്കുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ട് മാറിയോണ്ടൊക്കെ വ്യക്തമായിട്ട് ഞാൻ കണ്ടില്ല. അന്നേരമേ വീണതിന് ശേഷം 2 പ്രാവശ്യം കൂടെ ചിഹ്നം വിളിച്ചാ ഇത് ഓടിയത്. ഈ ആന മിനിഞ്ഞാന്ന് ഇത് തന്നെയാണ് വന്നത്. ഇതിനു മുമ്പേ വരുന്നത് പിടിയാനയായിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ളത്. പക്ഷെ ഇന്ന് വന്ന് മിനിഞ്ഞാന്ന് വന്നത് ഇന്ന് വന്നത് വലിയ ആനയായിരുന്നു. ഇത് കൊമ്പനായിരുന്നു.